നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു. ജൂലൈ 12-ന് മുൻപ് തെരഞ്ഞെടുപ്പ് വേണം. അതിർത്തിയിലെ സംഘർഷം കാരണമാണ് ഉപതെരഞ്ഞെടുപ്പ് വൈകിയത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട 8 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങൾ അതിർത്തി സംസ്ഥാനങ്ങളിലാണ്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് കൈമാറിയിരിക്കുകയാണ്. എന്താണ് ആ റിപ്പോർട്ടിലുള്ളത്? എന്നേക്ക് പ്രതീക്ഷിക്കാം തെരഞ്ഞെടുപ്പ്? സ്മൃതി, നേരത്തെ മെയ് അവസാന വാരം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള ആലോചനയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനിടയിലാണ് അതിർത്തിയിൽ സംഘർഷമുണ്ടായത്. തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തന്നെ വൈകിയത്. കാരണം ആ മേഖലയിൽ ജമ്മു കാശ്മീരിലും രാജസ്ഥാനിലും അടക്കം ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള മണ്ഡലങ്ങളുണ്ട്. ആകെയുള്ള 8 നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ കേരളത്തിലെ ഒഴിച്ച് മറ്റ് അതിർത്തി സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ളതുകൊണ്ട് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ അവിടെ സമാധാന അന്തരീക്ഷം ഉണ്ടാകണം. ഏതായാലും ഇപ്പോൾ അതിർത്തി സംസ്ഥാനങ്ങളിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിൽ നിലമ്പൂരിലെ എല്ലാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും അത് പൂർത്തിയായി കഴിഞ്ഞു എന്ന റിപ്പോർട്ട് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയത്. ഏതായാലും ജൂലൈ 12 വരെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള സമയമുണ്ട്. ആ 12-നകം തന്നെ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മതി. അതുകൊണ്ട് ഒരുപക്ഷെ ഈ മാസം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പ്രതീക്ഷിച്ചാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കാത്തിരിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്തെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി നിശ്ചയിച്ചാൽ മാത്രം മതി. ജൂലൈ 12-നകം തന്നെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണം. അതിന്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കണം. അതിന് ജൂൺ ആദ്യ വാരമെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടി വരും. ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട 8 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളിൽ അതിർത്തി സംസ്ഥാനങ്ങളിലാണല്ലോ. അപ്പോൾ ഒരുമിച്ച് ഈ സ്ഥലങ്ങളിലെല്ലാം ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തായിരിക്കും റോഷിപാൽ? ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഇനി നടപടിക്രമങ്ങൾ എത്ര വേഗത്തിൽ നടക്കാനാണ് സാധ്യത? സ്മൃതി, ഈ 8 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെയും അന്തിമ വോട്ടർ പട്ടിക മെയ് 5-നാണ് പുറത്തിറക്കിയത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്ന സൂചനകളായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ ഈ പഹൽഗാമിലെ തീവ്രവാദി ആക്രമണവും അതിൽ തുടർന്നുണ്ടായ അതിർത്തിയിലെ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലടക്കം ഇനി വീണ്ടും അവിടുത്തെ സാഹചര്യങ്ങൾ അത് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അത് പരിശോധിച്ച് അത് റിപ്പോർട്ട് കൈമാറണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിനു പുറമെ കാലാവസ്ഥയും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തടസ്സപ്പെടാത്ത രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പ് പൊതുവെ നിശ്ചയിക്കുക. പക്ഷേ കേരളത്തിൽ ഇനി അങ്ങനെ ഒരു കാലാവസ്ഥ ഒരു മുഖ്യ ഘടകമാക്കി എടുക്കാൻ സാധ്യതയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് വൃത്തങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ കാലാവസ്ഥ കൂടി പരിഗണിച്ചാണ് മെയ് അവസാന വാരത്തിനുള്ളിലെങ്കിലും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനം, അങ്ങനെ ഒരു റിക്വസ്റ്റ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൈമാറിയത്. പക്ഷേ ഈ സംഘർഷ സാധ്യതയൊക്കെ വന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിയ സാഹചര്യത്തിൽ ഇനി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്രമസമാധാന പ്രശ്നമില്ല. പക്ഷേ അതിർത്തി സംസ്ഥാനങ്ങളിലെ ക്രമസമാധാന നില കൂടെ വിലയിരുത്തിയതിന് ശേഷം തീയതി പ്രഖ്യാപിക്കും. ഇല്ലെങ്കിൽ അതിർത്തി സംസ്ഥാനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മറ്റിടങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അത് ജൂൺ ആദ്യ വാരമെങ്കിലും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കേണ്ടി വരും. കാരണം ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും ആ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ജൂൺ ആദ്യവാരമെങ്കിലും പ്രഖ്യാപനം വരേണ്ടതാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ മാസം അവസാനത്തോടെ തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചേക്കും എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ, സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അവർ സന്നദ്ധരായി അവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കാത്തിരിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് തെരഞ്ഞെടുപ്പ് വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. ശരി, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. അതിന്റെ ആദ്യ പടിയായിട്ടുള്ള നടപടിക്രമങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. തീയതി അറിയാൻ അല്പം കൂടി കാത്തിരിക്കണമെന്ന് റോഷിപാൽ റിപ്പോർട്ട് ചെയ്യും.